ജമാഅത്തെ ഇസ്ലാമിയെയും SDPI-യെയും അനുകൂലിച്ച CP ജോൺ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ലെന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ. RSSനെ എതിർക്കുന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കേണ്ടതില്ല. വർഗീയതയായാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും കൂടെ നിൽക്കണമെന്നും CP ജോൺ പറഞ്ഞു. അർജുൻ കല്യാൺ നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ കല്യാൺ, ഇതെന്താണ് ഇങ്ങനെയൊരു പ്രതികരണം CP ജോണിൽ നിന്ന്? സുജിയ, അത് തന്നെയാണ് ഒരു വിചിത്രമായ പ്രതികരണമാണ് CMPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള UDF-ലെ ഒരു ഘടകകക്ഷി നേതാവ് കൂടിയായിട്ടുള്ള CP ജോണിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. RSSനെ എതിർക്കുന്നത് പോലെ SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും എതിർക്കേണ്ടതില്ല എന്നുള്ളതാണ് CP ജോണിൻ്റെ പ്രതികരണമായി വന്നത്. UDF-ന്റെ നേതാക്കളെല്ലാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDPI-യുടെ വോട്ട് UDF-ന് ലഭിച്ച് എന്നുള്ള രീതിയിലുള്ള ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDPI-യെയും പരസ്യമായി അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടും അല്ലെങ്കിൽ എതിർത്തുകൊണ്ടും UDF-ലെ നേതാക്കളെല്ലാം തന്നെ രംഗത്തെത്തിയത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു അത് കൂടുതൽ പ്രകടമായ രീതിയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതിനിടയിലാണ്, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് അതിന് പിന്നാലെ തന്നെയാണ് CP ജോണിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാവുന്നത്. RSS ഒരു ഭൂരിപക്ഷ വർഗീയതയാണ്. ആ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നത് പോലെ ഒരു കാലത്തും ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കേണ്ടതില്ല. അതായത് ഭൂരിപക്ഷ വർഗീയതയുടെ ഇരകളാണ് ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷത്തോടൊപ്പമാണ് എല്ലാ കാലത്തും നിൽക്കേണ്ടത്. അത് വർഗീയതയായാലും അവരെ ഉൾപ്പെടെ കൂടെ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഉൾപ്പെടെ പിന്തുണ തേടിക്കൊണ്ടായിരിക്കണം ഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ളതാണ് CP ജോണിൻ്റെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും അത് പൊതുവായി UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പൊതു നിലപാടിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ്. ഇക്കാര്യം UDF-ൽ ഉൾപ്പെടെ പറയുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ UDF-ൽ ഉൾപ്പെടെ പറയും. ഒരു കാലത്തും ഈ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നത് പോലെ ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കേണ്ടതില്ല. അത് SDPI ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളായാലും അത്തരത്തിൽ എതിർക്കേണ്ടതില്ല എന്നുള്ളതാണ് CP ജോൺ പറയുന്നത്. അതോടൊപ്പം തന്നെ BDJS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളെ കൂടെ കൂട്ടേണ്ടതുണ്ട്. അവരും ന്യൂനപക്ഷ സംഘടനകളാണ്. അപ്പോൾ അവരെ ഉൾപ്പെടെ ഈ ഭൂരിപക്ഷ വർഗീയതയിൽ നിന്നും മാറ്റി UDF-നോട് അനുകൂലമാക്കി അല്ലെങ്കിൽ UDF-നോടൊപ്പം നിർത്തേണ്ടുന്ന അനിവാര്യത കൂടി ഈ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് CP ജോൺ പറഞ്ഞത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഒന്ന് കേൾക്കാം. അർജുൻ, അപ്പോൾ ന്യൂനപക്ഷ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ വ്യത്യസ്തമായി കാണണം. അവരെവിടെയെങ്കിലും കുഴപ്പമുണ്ടാക്കി അവർക്ക് അവാർഡ് കൊടുക്കണമെന്നല്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക്, അതിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിലൊരു കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, ഭൂരിപക്ഷ വർഗീയതയുടെ ആക്രമണത്തിൻ്റെ ഇരകളാണ് അവർ. ആ ഇരകളോടൊപ്പം നിൽക്കണം. അവരാക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കണം. അങ്ങനെ നിന്നുകൊണ്ട് മാത്രമേ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് മതേതരത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അങ്ങനെ നിന്നില്ലെങ്കിൽ അവർ കൂടുതൽ തീവ്രമായ സമീപനങ്ങളിലേക്ക്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും കൂടെ നിൽക്കണം എന്നാണ് CP ജോൺ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിനോടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.